നന്ദനോ സിദ്ധാർത്ഥൻ സാറോ ബൽരാമൻ സാറോ ഇവരാരും തന്നെ പുകവലിക്കുന്ന ശീലം ഉള്ളവരല്ലെന്നാ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ സിഗരറ്റിലെ ഫിംഗർ പ്രിന്റ് പ്രകാശിന്റെ വിരലടയാളവുമായി മാച്ച് ചെയ്യുന്നതായിരുന്നു. പ്രകാശ് മേനോൻ, നിന്റെ വിരലടയാളം ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നിനക്കറിയാമോ? ഭക്തമീര. ഇതെന്താ സംഭവം ഒന്ന് നോക്കി പറയാമോ? അല്ല, അത് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കണം പ്രകാശ്. എന്നാൽ ഒരു സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ സംശയിക്കുന്ന എല്ലാവരുടെയും ബാക്ക് ഹിസ്റ്ററി എടുത്തു തുടങ്ങിയിരുന്നു. നന്ദന്റെ റെക്കോർഡ് 100% പ്യൂർ ആയിരുന്നു. അന്വേഷണത്തിൽ ഒരിക്കലും ഒരു ക്രൈമോ മറ്റൊരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്സോ ഉണ്ടായിരുന്നില്ല. നന്ദൻ മീര റിലേഷൻഷിപ്പും ഞങ്ങൾ പരിശോധിച്ചതാണ്. അവർ പുറത്തുവെച്ച് അങ്ങനെ മീറ്റ് ചെയ്തതായോ മീരയോടൊപ്പം നന്ദൻ കഴിഞ്ഞതായോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ദേവികയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പോയപ്പോ വെറുതെ പ്രകാശിന്റെ പഴയകാലം ഒന്ന് ചെകഞ്ഞപ്പോഴാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രകാശിന് ഒരു കത്തിക്കുത്തേറ്റ കാര്യം മനസ്സിലായത്. ചുമ്മാ ഒരു അന്വേഷണം അതിന്റെ പുറകെ ഒന്ന് നടത്തി. സീരിയൽ സെറ്റുകളില് രഹസ്യമായ ഒരു അന്വേഷണം നടത്തി. അപ്പോഴല്ലേ വീരകഥകൾ ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. സാമ്പത്തിക തിരിമറി, ലഹരി ഉപയോഗം, പെൺവിഷയം. ഹോ, കാമുകിമാരുടെ എണ്ണം എണ്ണിക്കൂട്ടി എടുക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. ഞാൻ പ്രകാശിന്റെ കാമുകിമാരുടെ ലിസ്റ്റ് എല്ലാം ഒന്ന് പരിശോധിച്ചു. അവിടെ ഞങ്ങൾ പ്രകാശിന്റെ പ്രധാന കാമുകിയെ കണ്ടെത്തി. മീര. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.